വെൽക്കം. വീണ്ടും കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ എടുക്കുന്നത്. ഷുഡ് ഐ ഗോ ഫോർ ആൻ MBA ഇൻ ദിസ് പാൻഡമിക് ടൈം എന്നുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ കൂടെ ഡോക്ടർ അരവിന്ദ് ആണ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മളുടെ കരിയർ എക്സ്പേർട്ട്, നമ്മുടെ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ അരുൺ ആണ്. ഡോക്ടർ അരുണിനെ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ അരുൺ അഗെയിൻ. വെരി ഹാപ്പി ടു ഹോസ്റ്റ് യു. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ അരുൺ, നമുക്ക് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഇടയായിട്ട് വന്ന സാർ ഈ പാൻഡമിക്കില് നമുക്കൊരു MBAക്ക് പോകുന്നത് ബുദ്ധിയാണോ, ഉചിതമാണോ എന്നുള്ളൊരു ചോദ്യം. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു? MBA എന്ന് പറയുന്ന കോഴ്സ് ബേസിക്കലി നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ പോലും നിങ്ങളൊരു ഡിഗ്രി ലെവലില് നിങ്ങളെ ലെക്ചറിങ് ചെയ്യാണ് പതിവ്. ഇവിടെ ആക്ച്വലി നമ്മളൊരു കോളേജിൽ വരുമ്പോൾ, ഇപ്പം MBA ലെവലിൽ വരുമ്പം അവിടെ കൂടുതലും എന്താ പറയാ, പ്രസന്റേഷൻസ്, സെമിനാർസ്, അസൈൻമെന്റ്സ്, പ്രോജക്ട്, പിന്നെ അവരൊരു ക്ലാസ് റൂം ടെക്നിക്ക് തന്നെ ചിലപ്പം ഫ്ലിപ്ഡ് ക്ലാസ് റൂം ടെക്നിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലെൻഡഡ് ക്ലാസ് റൂം ടെക്നിക്ക് ആയിരിക്കും. ഫ്ലിപ്ഡ് ക്ലാസ് റൂം പറയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് പ്രസന്റേഷൻ എടുക്കും, അതിനെക്കുറിച്ച് പ്രൊഫസേഴ്സ് എലാബറേറ്റഡ് ആയിട്ട് സംസാരിക്കും. ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി തന്നെ കുറച്ച് ചിലപ്പം കേസ് സ്റ്റഡി ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഒരു ഇൻപുട്ട് അവര് റെക്കോർഡ് ചെയ്തിട്ട് അയക്കുമായിരിക്കും. അതിന്റെ ബേസിലുള്ള ഡിസ്കഷൻസ് നടക്കും. ബേസിക്കലി ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. അപ്പം ഒരിക്കലും ഈ പറയുന്ന പാൻഡമിക്കില് MBA കോളേജസിന് വലുതായിട്ട് ബാധിക്കത്തില്ല. ഈവൻ ഓൺലൈൻ ആണെങ്കിൽ പോലും ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ക്യാൻ ഹാപ്പൻ. അതെ, അതായത് MBAക്ക് ഇപ്പൊ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും യാതൊരു പ്രശ്നമില്ല എന്നാണ് അരുൺ പറയുന്നത്. ഇല്ല, ഓൺലൈൻ്റെതായ അഡ്വാൻറ്റേജസ് അതാണ് തന്നെ ഓൺലൈൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞാൽ അതിനും അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓഫ്ലൈൻ ആയിരുന്നപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ഇത് കണക്ക് വീഡിയോ കോൺഫറൻസിങ് കണക്ക് തന്നെ വർക്ക് ചെയ്യുന്ന ഈ ഗൂഗിൾ മീറ്റ്, സൂം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീം ആപ്പുകൾ എഡ്യൂക്കേഷനിൽ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ കോളേജുകൾ വളരെ കുറവായിരുന്നു. അതിനെക്കുറി ഒരു പുറത്തുനിന്നുള്ള ഒരാൾക്ക് നമ്മുടെ കുട്ടികളുമായി സംവദിക്കണമെങ്കിൽ വളരെ ലെസ് എക്സ്പെൻസീവ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ സൂം, അങ്ങനെ മൈക്രോസോഫ്റ്റ് ടീം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് കണക്കുള്ള ആപ്പുകൾ. അതെ, വളരെ വളരെ എന്താ പറയുന്നത്, ഒരു പീനട്ടിന്റെ ഒരു ഇല്ലേ, ഇറ്റ്സ് എ പീനട്ട് ഇഷ്യൂ. കാരണം ഒരാളെ നമുക്ക് വിളിക്കണമെങ്കിൽ പണ്ട് ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ അയാളുടെ ഡേറ്റ് ചോദിച്ച് അയാളുടെ കൺവെൻസ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കി, ഇനി എയർ ടിക്കറ്റ് ആണെങ്കിൽ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അയാളെ കൊണ്ടുവന്ന് ഹോട്ടലിൽ പല കോളേജസും ഈ എന്താ പറയുന്ന കുറെ ബഡ്ജറ്റിൽ ഓടുന്ന കോളേജസ് ഒന്നും ഇതൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ഗവൺമെന്റ് കോളേജസിന് വരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയി ഓൺലൈൻ മീറ്റിംഗ് അല്ലെ ഗവൺമെന്റ് കോളേജസിൽ. കാരണം അവർക്ക് ഫണ്ട് ഒന്നും കാണത്തില്ല, ഇങ്ങനെയുള്ള എന്താ പറയുന്ന ഈ ഒരു റിസോഴ്സ് പേഴ്സണെ ഹയർ ചെയ്യാനൊന്നും ഫണ്ട് കാണത്തില്ല. അപ്പൊ ഇന്ന് ഗവൺമെന്റ് കോളേജസ് ഞാൻ കണ്ട ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ, ഒരുപാട് വെബിനാർസിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്, പ്രൈവറ്റ് കോളേജ് വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഗവൺമെന്റ് കോളേജിന്റെ ആ ഒരു എന്താ പറയുന്നത് ഈ വെബിനാർസ്, ഓൺലൈൻ മീറ്റിംഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം, അതായത് ഗസ്റ്റ് ലെക്ചറിങ് അല്ലെങ്കിൽ ഇൻവൈറ്റഡ് ടോക്സ് കൂടിയിട്ടുണ്ട്. അതൊരു ഓൺലൈൻ മേഖലയിൽ അതൊരു നല്ല അഡ്വാൻറ്റേജാ. ഇനി അത് ഓഫ്ലൈനിൽ നമ്മൾ ക്ലാസ് വന്നാലും ഇനി ആൾക്കാരെ ഓൺലൈൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ അല്ലേ, അത് ഒരു ഓൺലൈനിന്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ഭാഗവും കൂടിയാണ്. ഇവിടെ വേറൊരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാല് അഡ്മിഷന്റെ കാര്യത്തിലാണ്. ഓൺലൈനായിട്ട് അഡ്മിഷൻ മീൻസ് ഓൺലൈനായിട്ട് ക്ലാസ് വരുമ്പോഴത്തേക്ക് ഈ ഹോസ്റ്റൽ ചാർജസും ക്യാൻറ്റീൻ ചാർജസും ഒന്നും കോളേജ് കുറയ്ക്കുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റൂ പല കോളേജസിൽ? അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഒരു അൺഎക്സ്പെക്ടഡ് ആയതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഹോസ്റ്റൽ ഫീസ്, ക്യാൻറ്റീൻ ഫീസ് ഒക്കെ വന്നേക്കുന്നത്. ദിസ് ടൈം ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് സെമിസ്റ്റർ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പാൻഡമിക്കിന്റെ എഫക്ട് കുറഞ്ഞപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും ഓഫ്ലൈനിലേക്ക് മാറിയിരിക്കും. സി വൺ തിങ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പാൻഡമിക് ലാസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മെയിലാണല്ലോ ഇത് വരുന്നത്.
ലാസ്റ്റ് ഇയർ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് മാർച്ച് കഴിഞ്ഞപ്പോ നമ്മള് പാൻഡമിക്കിലോട്ട് വന്നു. തൊട്ട് നമ്മള് ഒക്ടോബറിൽ ഇതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായ മാർച്ചിലേക്ക് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു. ഇന്ത്യയിലോട്ട് കേരളത്തിൽ ആദ്യത്തെ കേസ് വന്നു. അപ്പം ലാസ്റ്റ് ഇയർ എല്ലാരും വിചാരിച്ചു ഓക്കെ ദിസ് വിൽ ബി ഫോർ 6 months, one year. ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ തീർന്നു എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് വിചാരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. ഇപ്പൊ 1 year കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഇയറിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ വളരെ ക്രിട്ടിക്കൽ ആയിരിക്കുകയാണ്. ഈ പാൻഡമിക് എത്ര നാള് കൊണ്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇനി ചിലപ്പോ ഒരു തേർഡ് വേവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? തേർഡ് വേവ് അല്ലേ സാർ? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹെബോള എന്ന് പറഞ്ഞ രോഗം വന്നായിരുന്നു ആഫ്രിക്ക. അതിന് എഫക്റ്റീവ് ആയിട്ടൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ ഇറ്റ് ഹാഡ് ടേക്കൻ ഓൾമോസ്റ്റ് 5 years. പക്ഷെ അതിനകത്ത് ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൈ എബോള ഗോട്ട് എ വാക്സിൻ ആഫ്റ്റർ 5 years ബിക്കോസ് ഓഫ് ദ പ്ലേസ് the people who affected were have nots. അപ്പം ഇവിടെ എല്ലാ രാജ്യത്തും ഇത് വന്നത് കൊണ്ട് എല്ലാരും ഇറങ്ങി. അതുകൊണ്ട് നമുക്ക് വാക്സിൻ ഉടനെ ഒരു വാക്സിൻ വന്നത്. എന്നിട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജനിതക മാറ്റം വന്ന വൈറസ്. ഞാനിത് ആരെയും പെസിമിസ്റ്റ് ആക്കുകയല്ല, നമുക്കിത് പ്രഡിക്റ്റബിൾ അല്ല ഇപ്പോഴും. അല്ല ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. ഇപ്പം തന്നെ വാക്സിനേഷൻ എടുത്തവർക്ക് തന്നെ വീണ്ടും കോവിഡ് വന്നിട്ട് അവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഇപ്പൊ നിങ്ങൾ കോവിഡ് മാറിയിട്ടേ ഞാൻ MBA ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് 2 to 3 years or 4 years. Why you want to waste your time? See, നമ്മള് ഇത് it had created a new normal. അസാധാരണ സമയത്ത് അസാധാരണ രീതി, അത്രേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. ബേസിക്കലി ഞാൻ പറയാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ കൺവിക്ഷൻ, നിങ്ങളുടെ ഒരു എന്താ പറയുക കോൺഫിഡൻസ്, ഇതൊക്കെയാണ് പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അരവിന്ദ് സാറിനും ആ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് college will give you 30 to 40% of input. Okay, it is your effort, your commitment, your passion and dedication make you 100%. ഞാൻ പറഞ്ഞ ശരിയല്ലേ സർ? അതെ, തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഡെഡിക്കേഷൻ, നമ്മുടെ ഒരു റിസർച്ച് സ്കില്ലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കിലും ക്ലാസ്സിലും ഒതുങ്ങിപ്പോകും. കാരണം ക്ലാസ് എന്ന് പറയുന്നത്, ക്ലാസ് ഇനി ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും, IIMs എല്ലാം ഓൺലൈനായി മാറി. IIMsന്റെ ഒരുപാട് കോഴ്സുകൾ ഓൺലൈൻ ഉണ്ട്. ഹാർവാർഡ് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ ആയി. ഇതിന് അക്സെപ്റ്റൻസ് നേരത്തെ ഇല്ലായിരുന്നു, പക്ഷെ പാൻഡമിക് സമയത്ത് എല്ലാത്തിനും അക്സെപ്റ്റൻസ് കയറി വന്നു. ഈ ഓൺലൈൻ കോഴ്സുകളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഓൺലൈനിന്റെ ഒരു പ്രത്യേകത ഞാൻ പെട്ടെന്ന് അത് പറയാം. ആക്ച്വലി ബ്ലെൻഡഡ് ലേണിംഗ് കൂടുതലായിട്ട് ഇപ്പൊ UGC വരെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതായത് ബ്ലെൻഡഡ് ലേണിംഗിലോട്ട് പോകണം. അതായത് സ്വയം എന്ന് പറയുന്ന MHRDയുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം. അതായത് നിങ്ങൾ കോളേജിന്റെ ക്ലാസ് എടുക്കും, കോളേജിൽ ഒരു HR-ന്റെ ക്ലാസ് എടുക്കാൻ നേരത്ത് HR-ന്റെ സർട്ടിഫിക്കറ്റ്, അതായത് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കണം. സ്വയം MHRD എന്ന് പറഞ്ഞപ്പോ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കണം. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? വാല്യൂ അഡീഷൻ ആണ്. അപ്പൊ ബ്ലെൻഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കോളേജിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കോളേജിലെ ഒരു സാറ് വന്ന് അറ്റൻഡൻസ് എടുക്കുന്നു, അങ്ങനെ അതിന്റെയൊക്കെ സമയം പോകുന്നു. ഏകദേശം നമുക്ക് ക്ലാസ് കിട്ടുന്ന പല ടൈമിലായിട്ട്, അതായത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു, അത് കഴിഞ്ഞ് കുറച്ച് വേറെ എന്തെങ്കിലും ക്ലാസ്സിനകത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടന്റാണ്. ഈ 1 മണിക്കൂർ ഒരു ക്ലാസ് സാർ എടുക്കുവാണെങ്കിൽ കോണ്ടന്റ് വൈസ് ആ 1 മണിക്കൂറും ഭയങ്കര കണ്ടന്റ്. സാർ അവിടെ വാചകം അടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല സാറിന്, അല്ലേ? ഒരു അധ്യാപകൻ അവിടെ കുശലം ചോദിക്കാനോ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. കാരണം ഓൺലൈൻ കണ്ടന്റ് നമ്മൾ എല്ലാ അധ്യാപകരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ക്ലാസിന്റെ ഒരു മൂഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഓൺലൈനിൽ അങ്ങനത്തെ ഡിസ്കഷൻ വരുന്നില്ല. അതായത് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴൊക്കെ ഇപ്പം ഞാനൊക്കെ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അത് ഗൂഗിൾ ഡ്രൈവിലോട്ട് പോകും കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടി, കാണാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ 1 മണിക്കൂറും കോണ്ടന്റ് ആണ്. അരവിന്ദ് സാർ ഒത്തിരി ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണല്ലോ. അപ്പൊ എനിക്ക് തിരിച്ച് അങ്ങോട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാല്, സാറിന് തോന്നുന്നുണ്ടോ നമ്മുടെ അധ്യാപകർ കുറച്ചും കൂടെ കണ്ടന്റ് ഓറിയന്റഡും ഓർഗനൈസ്ഡും ആയിട്ടില്ലേ സെഷൻ വൈസ്? ഭയങ്കരമായിട്ട് കോണ്ടന്റ് ഓറിയന്റഡ് ആയി.
കാരണം ഭയങ്കരമായിട്ട് കോണ്ടന്റ് വൈസ് ആയി. ഇപ്പോ ഓട്ടോമേറ്റഡ് അറ്റൻഡൻസ് ആയി. അപ്പൊ അധ്യാപകന് അറ്റൻഡൻസ് എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് പ്ലഗ് ഇൻ ഉണ്ട്. അറ്റൻഡൻസ്, മീറ്റ് അറ്റൻഡൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി സ്റ്റുഡന്റ് വന്ന സമയം, ആവറേജ് സമയം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഒരു സ്റ്റുഡന്റ് അപ്പൊ നമുക്ക് ക്ലാസ്സിൽ തന്നെ ആരൊക്കെ പോകുന്നു ഇല്ല എന്നുള്ളതൊക്കെ ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ മീറ്റിൽ തന്നെ ഉണ്ട്, അതായത് മൈക്രോസോഫ്റ്റ് ടീമിനകത്തുണ്ട്, മീറ്റിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്ലഗിൻസ് ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് ഒരുപാട് സാധ്യതകൾ കൂടി. പിന്നെ ഇന്ററാക്റ്റീവ് ക്ലാസ് ആക്കാനുള്ള ക്വിസും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഇന്ന് വന്നു. പിന്നെ മീറ്റിംഗ് റൂംസ് ഉണ്ട്. ഒരു കേസ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ മീറ്റിംഗ് റൂംസ് ഉണ്ട്. ആ റൂമിനെ നമുക്ക് അവര് സംസാരിക്കുന്ന എല്ലാം അധ്യാപകന് കേൾക്കാൻ പറ്റും. പക്ഷെ ഈ റൂംസ് തമ്മിലുള്ള, അതായത് രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ളത് അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം വളരെ നല്ല രീതിയിലായി അല്ലെ. ക്ലാസ്സിനകത്ത് കസേര ചുറ്റും ഇട്ട് നമ്മൾ ഇരുത്തുന്നത് പോലെ, അത് കേസ് സ്റ്റഡിക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് ഇന്ന് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് എനിക്കൊരു അഡ്വാൻറ്റേജ് തോന്നിയെന്ന് പറഞ്ഞാൽ, ക്ലാസ്സിൽ ഇപ്പൊ നമുക്ക് ഒരിക്കലും MBA കോളേജസിൽ വൈറ്റ് ബോർഡും ഗ്രീൻ ബോർഡും ആയിരിക്കും ഉള്ളത്. ഓക്കെ, സ്മാർട്ട് ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊജക്ടർ കാണും, ഒരു ലാപ്ടോപ്പും കാണും. ഇവിടെ നമുക്ക് ഓൺലൈനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റേത് നമ്മൾ വീഡിയോസ് ഒക്കെ ഫാക്കൽറ്റി ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇന്നെന്ന് പറഞ്ഞാൽ ലിങ്ക് മതി. ലിങ്ക് നമുക്ക് എന്താ പറയാ, ഓൺലൈനിൽ ഒറ്റയടിക്ക് ജസ്റ്റ് ക്ലിക്ക് അവേ ലിങ്ക് സ്ലൈഡിൽ നിന്ന് നേരെ കയറി പോകുന്നു. അത് കുട്ടികൾ കാണുന്നു. നേരെ മറിച്ച് കുട്ടികൾക്ക് കേസ് സ്റ്റഡി കൊടുക്കാനും റെഫറൻസ് കൊടുക്കാനും റീഡിംഗ് മെറ്റീരിയൽ കൊടുക്കാനും ഇന്ന് എളുപ്പമാണ്. അത് പണ്ട് കൊടുത്തിരുന്നില്ല. ഈ റീഡിംഗ് മെറ്റീരിയൽ ഒന്നും ഒരു ഫാക്കൽറ്റിയും കൊടുത്തിരുന്നില്ല. പക്ഷെ ഇന്ന് റീഡിംഗ് മെറ്റീരിയൽ ഒരുപാട് കുട്ടികൾക്ക് കിട്ടുന്നു, കോണ്ടന്റ് വൈസ് ഒരുപാട് കിട്ടുന്നു. അതാണ് എനിക്ക് പറയാനുള്ള, ഓൺലൈൻ ഭയങ്കരമായിട്ടൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനിയിപ്പോ ഓഫ്ലൈൻ വന്നാലും ഈ മെത്തേഡ് നമ്മൾ തുടർന്നു പോകും അല്ലേ? അതേ കണക്ക് തന്നെ സർ. എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, പണ്ട് ഈ ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ എല്ലാ കോളേജിലും ഉണ്ടാവും. പ്രൊക്വസ്റ്റ് അല്ലെങ്കിൽ അതേ കണക്ക് തന്നെ ജെഗേറ്റ്, എപ്സ്കോ, ഇതെല്ലാം ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് എത്രമാത്രം അത് പണ്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി കണ്ടന്റ് അവർക്ക് വേണം എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിന്റെ പുറകെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അധ്യാപകർ അതിന് പുറകെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. പിന്നെ ഏറ്റവും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ് വഴി തോന്നിയ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അതായത് കോൺഫിഡൻസ് കുറവുള്ള കുട്ടികൾ വളരെ കോൺഫിഡൻസോട് കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് സഭാകമ്പം അവിടെ ഇല്ല. ഒരാൾ ഫോണിൽ സംസാരിക്കുന്ന അതേ ലാഘവത്തില് അവർ സംസാരിക്കുകയാണ്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അവര് ആ പെർസ്പെക്റ്റീവ് അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക്കിൽ നിർത്താതെ അതേ ആ ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു ഗ്രൂപ്പിലും അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ വേറെ എന്ന് പറയുന്നത്, നമുക്ക് ഒറ്റ കാര്യമാണ് ഇതിനകത്ത് വേണ്ടത്. അത് നമ്മുടെ വണ്ടിക്കൂലിക്ക്, കോളേജിലേക്ക് പോകുന്ന വണ്ടിക്കൂലി എടുത്താൽ മതി. ഇവിടെ നെറ്റിന്റെ ഒരു കാര്യമാണ്. നെറ്റ് നമുക്ക് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് കോളേജിലേക്ക് പോകാനും വരാനും ഉള്ള നിങ്ങളുടെ വണ്ടിക്കൂലിയുടെ ആ പൈസ ആവത്തുള്ളൂ നെറ്റ് എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദയവ് ചെയ്ത് ഒരു കൊല്ലം പാഴാക്കി കളയരുത്. അത് 2 കൊല്ലം. ഇതെന്ന് തീരും എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരം, ഓൺലൈൻ ആണ് പഠിത്തം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പ്ലസ് ബ്ലെൻഡഡ് ലേണിംഗ് നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യുക. സ്വയം പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ ഗൂഗിൾ ഡിജിറ്റൽ അൺലോക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിളിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും, ഗൂഗിൾ ആഡ്വേർഡ്സ് പഠിക്കാൻ പറ്റും, ഗൂഗിൾ അനലിറ്റിക്സ് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ കോഴ്സിറ പാൻഡമിക് സമയത്ത് കുട്ടികൾക്കായിട്ട് ഒരുപാട് കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എഡെക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഉഡമി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെയൊക്കെ ഫ്രീ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂള് ഓൺലൈനായിട്ട് കുറച്ച് കോഴ്സുകൾ, ഫ്രീ കോഴ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെയും ലീഡർഷിപ്പ് കോഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിന്റെയും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ കുറച്ച് ടിപ്പുകൾ ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇനി അരുൺ സാർ ഒരു ക്ലോസിംഗ് നോട്ട് പറയും. സാർ, നമുക്ക് അപ്പൊ ഓൺലൈൻ പഠനം കാലം ആയാലും നമുക്ക് വെറുതെ ഒരു വർഷം കളയണ്ട അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു ന്യൂ നോർമൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മള് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. എനിക്ക് പറയാനുള്ള ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ സർ?
സാർ, Okay. ഈ കുട്ടികളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ പാൻഡമിക് സമയത്ത് തന്നെ എത്ര ബിസിനസ്സുകളാണ് മുമ്പോട്ട് വന്നേക്കുന്നത്. അതൊക്കെ അവരുടെ തീർച്ചയായിട്ടും. സാധ്യതകളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ജോബ് ഓറിയന്റഡ് മാർക്കറ്റ് തന്നെ ഇനി വളരെ സെറ്റിലായിട്ട് മുമ്പോട്ട് പോകാൻ പോവാണ്. അതെ അതെ മനസ്സിലായില്ലേ? അതെ ഇപ്പം അതെ. ഇൻഫോസിസ് അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പാൻഡമിക് കഴിഞ്ഞാലും അവർ കുറച്ചാളും കൂടെ അവർ ഓൺലൈൻ വർക്ക് തന്നെയാണ് ചെയ്യിക്കാൻ പോകുന്നത്. കാരണം എന്താ വർക്ക് അറിയോ, ഫ്രം ഹോം. അവർക്ക് ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇപ്പൊ 12-13 മണിക്കൂർ വർക്ക് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. They had taken it as an opportunity. ബിസിനസ്സുകാർ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുമ്പോൾ ബിസിനസ് പഠിക്കാൻ പോകുന്ന ആൾക്കാർ ഇതൊരു വലിയ ത്രെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് വലിയൊരു എന്താ പറയുന്ന വീക്ക്നെസ് ആയിട്ടോ കാണേണ്ട ഒരാവശ്യവുമില്ല. Pull up your socks, just run, put your effort, get into an MBA program, learn exactly, learn well, give your time, do smart, do everything smartly, put all your efforts. That is the most important thing. Dedicatedly work ചെയ്യും. വേറെ ഒന്നും ഇതിനകത്തില്ല. ഇതൊക്കെ ഒരിക്കലും ഒരു ബാരിയർ ആയിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. ടേക്ക് ദിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, വളരെ നന്ദിയുണ്ട് ഡോക്ടർ അരുൺ. കാരണം ഇങ്ങനെ ഒരു ഇൻസൈറ്റ് നമുക്ക് പകർന്നു തന്നതിൽ ഒരുപാട് കുട്ടികൾക്ക് ഇത് ഉപകാരപ്രദമാവും. കാരണം ഒരു അവയർനെസ് ആയിരുന്നു ഇപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത്. വളരെ നന്ദി. അപ്പം ഞാനും അരുൺ സാറും ഇനിയും ഒരുപാട് സെഷനിൽ നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ ഇടാവുന്നതാണ്. അതിൽ നിന്നൊക്കെ ഓരോ വീഡിയോസും നമുക്ക് ചെയ്യാൻ നോക്കാം. വളരെ നന്ദിയുണ്ട് കൂടെ നിൽക്കുന്നതിൽ. 1 minute MBAക്ക് വേണ്ടി ഡോക്ടർ അരവിന്ദ് ആൻഡ് ഡോക്ടർ അരുൺ. ബൈ, ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.